വരുൺ ജയിലിലാകുന്നതോടെ കണിമംഗലത്തെ സമ്പാദ്യം തന്നിലേക്ക് വരുമെന്ന് വിശ്വസിച്ച ചന്ദ്രശേഖരൻ ഒരു വശത്ത്, കോടാനുകോടികളുടെ അധിപനാകാൻ പോകുന്ന ചന്ദ്രശേഖരന്റെ കൂട്ടുകക്ഷിയായാൽ കിട്ടുന്ന ലാഭം പ്രതീക്ഷിച്ച് CI മഹേന്ദ്രൻ മറുവശത്ത്. സത്യം പുറത്തു വരാതിരിക്കാൻ ഇവർ രണ്ടുപേരും ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് പ്രിയങ്ക കൊലക്കേസിന് ഇതുവരെ ഉത്തരമില്ലാതിരിക്കാനുള്ള കാരണവും. നിഷ്ഠൂരമായ ഈ കൊലപാതകം ചെയ്ത പ്രതികൾക്കും തന്റെ സ്ഥാനം മറന്ന് ഇതിനെല്ലാം കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥനും മാതൃകാപരമായ ശിക്ഷ വിധിക്കണമെന്ന് ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രോസിക്യൂഷൻ ഇനി വല്ലതും പറയാനുണ്ടോ? നോ യുവർ ഓണർ. പ്രിയങ്ക കൊലക്കേസ് വിദഗ്ധമായ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കിയ ACP അർജുനെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും കോടതി അനുമോദിക്കുന്നു. ഒപ്പം താൻ ഏറ്റെടുക്കുന്ന ഏത് കേസിനോടും പൂർണ്ണമായും ആത്മാർത്ഥമായ സമീപനം പുലർത്തുന്ന അഡ്വക്കേറ്റ് ആരതിയെയും കോടതി അഭിനന്ദിക്കുന്നു. പ്രിയങ്ക ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. കൊലപാതകത്തിന്റെ രീതി, കൊലക്കുറ്റം മറച്ചുവെച്ചതിന്റെ പ്രത്യേകതകൾ, ഗൂഢാലോചന, നിഷ്കളങ്കരായവരെ പ്രതിയാക്കാൻ ശ്രമിച്ചത് എന്നിവയെല്ലാം നിയമത്തിന് നിരക്കുന്നതല്ല. കുറ്റവാളിയായ കണിമംഗലം ചന്ദ്രശേഖരന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു.